കേന്ദ്ര ഏജൻസികളുടെ അന്വേഷിക്കാനും ഒരു കമ്മീഷൻ. അതിനുവേണ്ടി പാഴാക്കിയത് 3 കോടിയോളം. നിർജീവമായ കമ്മീഷനുകൾക്കായി സർക്കാർ ഖജനാവിൽ നിന്നും പൊടിക്കുന്നത് കോടികളെന്ന് വിമർശനം. നിർജീവമായ അന്വേഷണ കമ്മീഷനുകൾക്കായി സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ പാഴാക്കുന്നതായി റിപ്പോർട്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളിലെ വ്യതിചലനങ്ങൾ അന്വേഷിക്കുന്ന വി.കെ. മോഹനൻ കമ്മീഷന്റെ പ്രവർത്തനത്തിന് മാത്രം 3 കോടിയോളം രൂപയാണ് ചെലവഴിച്ചത്. 2021 മുതലുള്ള ഖജനാവ് കാര്യക്കൽ കണക്കിന്റെ വിശദാംശങ്ങൾ വിവരാവകാശ രേഖയിലൂടെയാണ് പുറത്തുവന്നിരിക്കുന്നത്. 2020 ജൂലൈയിലാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളിലെ വ്യതിചലനങ്ങൾ അന്വേഷിക്കുന്നത് വി.കെ. മോഹനൻ കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ കാര്യമായ യാതൊരു അന്വേഷണമോ പ്രവർത്തനമോ കമ്മീഷൻ നടത്തിയില്ല. ശമ്പളം, വേതനം, ഓണറേറിയം, ഓഫീസ് ചെലവുകൾ തുടങ്ങിയവയ്ക്കാണ് 2.5 കോടിയിലധികം ചിലവാക്കിയത്. 2024-2025 സാമ്പത്തിക വർഷം മാത്രം 1 കോടിയിലധികം രൂപ കമ്മീഷനു വേണ്ടി വിനിയോഗിച്ചു. കോടികൾ പൊടിച്ചിട്ടും അന്വേഷണം ഒരു ഇഞ്ച് പോലും നീങ്ങാത്തതിൽ വിമർശനം ശക്തമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് കേരളം കമ്മീഷനുകൾക്കായി കോടികൾ പൊടിക്കുന്നത്. വി.കെ. പ്രശാന്ത് അഴിമതിയുടെ രാജകുമാരനെന്നും കണ്ണാടിപ്പാലത്തിലൂടെ മാത്രം പോക്കറ്റിലെത്തുന്നത് കോടികളെന്നും വിമർശനം. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തം. വി.കെ. പ്രശാന്ത് എം.എൽ.എയുടെ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ കോടികളുടെ സർക്കാർ പണം പ്രശാന്തിന്റെ പക്കലേക്ക് എത്തുന്നതായി ആക്ഷേപം. വി.കെ. പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികളുടെ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. തിരുവനന്തപുരം മാക്കുളം കണ്ണാടിപ്പാലം നിർമ്മാണ അഴിമതി വിജിലൻസ് അന്വേഷിക്കുന്നതിനിടയിലാണ് കണ്ണാടിപ്പാലത്തിന്റെ വരുമാനത്തിൽ നിന്ന് പ്രതിമാസം 1/4 കോടി രൂപ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയിലേക്ക് ഒഴുകുന്നതായുള്ള വിവരവും പുറത്തുവന്നിരിക്കുന്നത്. പൊതു സ്വകാര്യ സംരംഭം എന്ന നിലയിൽ 1.25 കോടി മാത്രം ചിലവഴിച്ച് നിർമ്മിച്ച ആക്കുളം കണ്ണാടിപ്പാലത്തിൽ നിന്നും പ്രതിമാസം 25 ലക്ഷത്തോളമാണ് വരുമാനം. ഇതനുസരിച്ച് പ്രതിവർഷം 3 കോടിയെങ്കിലും വരുമാനമുണ്ടാകും. എന്നാൽ ഇത് 5 കോടി വരെ വരുമെന്നും പറയപ്പെടുന്നു. ഈ വരുമാനമെല്ലാം യൂത്ത് ബ്രിഗേഡിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. കണ്ണാടിപ്പാലം ഉദ്ഘാടനം ചെയ്ത ആദ്യ 6 ദിവസത്തിനുള്ളിൽ ഏകദേശം 2000 പേർ സന്ദർശിക്കുകയും മികച്ച വരുമാനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മുതിർന്നവർക്ക് 200 രൂപയും കുട്ടികൾക്ക് 180 രൂപയുമാണ് പ്രവേശന നിരക്ക്. എന്നാൽ കൃത്യമായ പ്രതിമാസ വരുമാനം വെളിപ്പെടുത്താൻ യൂത്ത് ബ്രിഗേഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. അഴിമതി പണം ഉപയോഗിച്ച് എം.എൽ.എ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള പുതിയ വീടും വസ്തുവും വാങ്ങിയതായും ആരോപണമുണ്ട്.